ഒരുപാട് പറഞ്ഞു കേട്ട് കേട്ട് മനസ്സിൽ എന്നോ കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ് ആറാട്ടുപുഴ പൂരം കാണുന്നുള്ളത്. അങ്ങനെ ഈ വർഷം ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പം ആദ്യം കണ്ടത് ഒരാനയ്ക്ക് ചുറ്റും ഇത്രയധികം ആൾക്കാർ നിൽക്കണതാ. ഇതെന്താ ഇപ്പോൾ സംഭവം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാമ്പാടി രാജനും ആനയുടെ ഫാൻസും ആണെന്നുള്ളത്. അത് നോക്കി നിന്നപ്പോഴാ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു വെടിക്കെട്ട് നടക്കണത് കണ്ടത്. ഒന്നും നോക്കിയില്ല, ക്യാപ്ചർ ചെയ്തു. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ഷോട്ടും ഫ്രെയിമും ആയിരുന്നു അത്. ഒന്ന് നോക്കിയേ, ആകാശത്ത് പല നിറത്തിലുള്ള അമിട്ട് മിന്നുന്നുണ്ട്, ഇവിടെ പന്തം കത്തുന്നുണ്ട്, തൊട്ടപ്പുറത്ത് പാമ്പാടി രാജനുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഫ്രെയിമിൽ വന്നപ്പം ഐ ഫീൽ സോ ഹാപ്പി. കുറച്ച് നേരം കൂടി ഈ കാഴ്ച കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിന് ദേവിമാരുടെ പാണ്ടിമേളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര ഭംഗിയുള്ളൊരു പാണ്ടിമേളം കാണാൻ പറ്റണത്. എന്ത് രസമാണെന്നറിയോ അത് കേട്ട് നിൽക്കാൻ. അവിടെ കൂടി ഉണ്ടായിരുന്ന സകലമാന ജനങ്ങളും അതിനൊപ്പം താളം പിടിക്കുകയും മേള എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് കേട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും കേട്ടോ. ഞാൻ കുറച്ച് വിഷ്വൽസ് ആഡ് ചെയ്യാം, നിങ്ങൾ കേട്ട് നോക്കൂ. അങ്ങനെ പാണ്ടിമേളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാന്ന് വെച്ചപ്പം കണ്ട കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരു പ്രത്യേകത. എവിടെ തിരിഞ്ഞാലും ആനയായിരിക്കും, വലതും ഇടതും ഒക്കെ. അങ്ങനെ ഇത് കണ്ട് നടക്കുമ്പോഴാ നോക്കി ഒരു സുന്ദരി പിടിയാന ആനക്കുട്ടി. അയ്യോ, എന്തു ഭംഗിയല്ലേ കാണാൻ. ശരിക്കും പിടിയാനകളെ കാണാൻ കുറച്ച് അധികം ഭംഗിയല്ലേ. അവരെ കുണുങ്ങിയുള്ള നടത്തും തലയാട്ടവും, അയ്യോ എന്തൊരു ക്യൂട്ടാണെന്നറിയോ. അങ്ങനെ ഞങ്ങൾ തൃപ്പയാർ തേവരെ കാണാൻ പോവുക കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താന്ന് വെച്ചാൽ തൃപ്പയാർ തേവർക്ക് ഇവിടുത്തെ ദേശത്തുള്ളവർ സമർപ്പിക്കുന്ന നെല്ലും അരിയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ലോഡ് ഇറക്കുക. എന്തോരാ നോക്കണേ. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഞങ്ങൾ തേവരെ കണ്ടത്. അപ്പോഴേക്കും തേവര് പ്രധാന കവാടം കടന്ന് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ച് വേഗത്തിലായിരുന്നു. നോക്കിയേ, ഈ കാഴ്ച കണ്ടപ്പോൾ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. എന്താ പറയുക, ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ മാത്രം ഇവിടെ ഉണ്ട്, നമ്മുടെ മനസ്സ് നിറയും. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഭൂമിയിലെ ദേവസംഗമം ഇവിടെയാണ് നടക്കണേന്നാണ് അറിയപ്പെടുന്നത്. വർഷത്തിലൊരിക്കൽ ഇവിടുത്തെ നാട്ടുകാരെ കാണാൻ വരുന്ന തേവരെ നിറകയോടെ കണ്ണു നിറഞ്ഞ് കാണാൻ വേണ്ടി കാത്തു നിൽക്കണ ഒരുപാട് ജനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇമോഷണലായിട്ട് ഭക്തിസാന്ദ്രമായിട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല കേട്ടോ, അതൊക്കെ ഞാൻ അങ്ങനെ കണ്ടു നിന്ന് പോയി. പിന്നെയുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇങ്ങോട്ട് വരാനിരിക്കുന്ന സമയത്ത് അച്ചമ്മ പറയുണ്ടായി ആറാട്ടുപുഴ പൂരത്തിനാ പോണെന്ന് പറഞ്ഞപ്പം ഇവിടെ ദേവന്മാർക്കൊപ്പം പ്രേതങ്ങളും ഭൂതഗണങ്ങളും എല്ലാവരും വരുന്ന പൂരാണിതെന്ന്. അത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ എവിടെ എത്തിയപ്പം ഇവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഈ പാടത്തുനിന്ന് ആ പാടത്തുനിന്നേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിറയെ ആൾക്കാരുള്ളതായിട്ട് തോന്നും, പക്ഷെ അവിടെ എത്തുമ്പം അവിടെ നിഴലുകൾ മാത്രമായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഭൂമിയിൽ ഒരേ ഒരു ദേവസംഘം എന്ന് വാഴ്ത്തപ്പെടുന്ന പൂരാണിത്. പൂരങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഞാൻ ക്യാപ്ചർ ചെയ്യാത്ത ഒരുപാട് മൊമെന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ദൂരേന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പൂരം മുഴുവനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത, എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നല്ല ഭംഗിയുള്ള ഫ്രെയിംസും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ആറാട്ടുപുഴ പൂരത്തിനുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം പോയിട്ട് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് വീഡിയോ ഇടാം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബാക്കി നാളെ.